ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു സൈക്കിൾ ഷോപ്പിലേക്കാണ് കേട്ടോ. നമ്മുടെ തിരുവമ്പാടിക്ക് അടുത്തുള്ള സൈക്കിൾ ഷോപ്പിലോട്ടാണ് പോയത്. സൈക്കിൾ വാങ്ങിക്കണമായിരുന്നു. നമ്മുടെ ചേച്ചിയുടെ കൊച്ചിൻ്റെ ആദ്യ കുർബാന വരുന്നുണ്ട്. അപ്പോൾ നമ്മളതിന് സൈക്കിൾ കൊടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ സൈക്കിൾ വാങ്ങിക്കാനായിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കണ്ട് കുറേയൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു സൈക്കിൾ സെലക്ട് ചെയ്തത്. ഒരുപാട് സൈക്കിൾ ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തു കേട്ടോ. അങ്ങനെ അത് ആ ചേട്ടൻ നേരെ താഴത്തേക്ക് കൊണ്ടുപോയി ബില്ലും കാര്യങ്ങളും കൂടാതെ തന്നെ എക്സ്ട്രാ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ, അതിന് വേണ്ടിയിട്ട് പോയി. അപ്പോഴാണ് ചെറിയൊരു സൈക്കിൾ കണ്ടത്. അപ്പോൾ പിന്നെ അതൊന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു നമ്മുടെ അത്തുക്കുട്ടന് വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സൈക്കിളുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങനെ എല്ലാം ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ വീട്ടിലുള്ള വണ്ടിയൊക്കെ ബ്ലൂ കളറാണ്. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ അവനെടുക്കുന്ന സൈക്കിളും കൂടെ നമുക്ക് ബ്ലൂ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റും ഒരുപാട് ഷെയ്ഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കി നോക്കി വന്നപ്പോഴാണ് കേട്ടോ അവസാനം ഒരു ബ്ലൂ കളർ കണ്ട്. പിന്നെ വേറെ ഒന്നും നോക്കാൻ നിന്നില്ല, അതിഷ്ടപ്പെട്ടു. അതെടുക്കാൻ കുറച്ച് പാടുപെട്ടു കേട്ടോ. ചേച്ചിയും ഞാനും കൂടെ ഒരുപാട് കിടന്ന് ശ്രമിച്ചിട്ടാണ് അതെടുക്കാൻ പറ്റിയത്. അങ്ങനെ ആ ഒരു ബ്ലൂ കളറിലെ സൈക്കിൾ തന്നെ നമ്മൾ ഫൈനൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് പാടുപെട്ടു കേട്ടോ. ആ ചേച്ചിക്ക് അത് പൊക്കാൻ പറ്റുന്നില്ലായിരുന്നു. സൈക്കിളെല്ലാം കൂടെ ഇങ്ങനെ തിങ്ങി ഞെരുങ്ങിയിരിക്കുമായിരുന്നു. അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് ആ സൈക്കിളൊന്ന് പുറത്തോട്ട് എടുത്തത് തന്നെ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ സൈക്കിളൊക്കെ അതേ പൊക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ പപ്പയ്ക്കും ഇഷ്ടപ്പെട്ടു. എന്നാൽ പിന്നെ അതും കൂടെ എടുത്തേക്കാന്ന് വിചാരിച്ചു. അവനൊരു സന്തോഷമാകുമല്ലോ. അല്ലെങ്കിൽ ചേട്ടാപ്പിക്ക് മാത്രമായിട്ട് സൈക്കിൾ കൊണ്ടുചെല്ലുമ്പോൾ അവിടെ വലിയൊരു ബഹളം നടക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, അതും കൂടെ എടുത്തുകൊണ്ട് ഞങ്ങൾ നേരെ ഇറങ്ങി. ഞങ്ങൾക്ക് വേറെയും സാധനങ്ങൾ മേടിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഫിറ്റിങ്സിനായിട്ട് കൊടുത്തിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ തിരിച്ച് വന്ന് എല്ലാം കഴിഞ്ഞ് നേരെ സൈക്കിൾ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇപ്പം പപ്പ അപ്പോൾ ഒന്നും കൂടെയൊക്കെ നോക്കുവാണ്. അങ്ങനെ നമ്മൾ അവിടുന്ന് തന്നെ ഓട്ടോയൊക്കെ വിളിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ആ ചേട്ടൻ വേഗം തന്നെ വലിയ സൈക്കിൾ എടുത്ത് ഓട്ടോയിലോട്ട് കയറ്റുന്നുണ്ട്. അത് കെട്ടിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ പപ്പ പുറകിൽ ബൈക്കിലാണ് വന്നത്. ഞാനപ്പോൾ നേരെ ഓട്ടോയിലോട്ട് കയറി സൈക്കിളൊക്കെ പിടിച്ച് വന്ന്. പക്ഷേ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, ഫോണില്ലായിരുന്നു. അങ്ങനെ പപ്പ ചെറിയ സൈക്കിളൊക്കെ എടുത്ത് ഓട്ടോയുടെ പുറകിലൊക്കെ വെച്ചിട്ട്, കെട്ടുന്നൊന്നുമില്ല, പുറകിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനങ്ങനെ അതൊക്കെ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലണം. അപ്പോൾ അവൻ അതൊരു സർപ്രൈസായിട്ട് കൊടുക്കാമെന്നൊക്കെയാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് എടുത്തത്. അവനിത് ഒരുപാട് സർപ്രൈസ് ആകും. അങ്ങനെ നേരെ ഓട്ടോയിലോട്ട് കയറി ഞങ്ങൾ നേരെ സ്ഥലം വിടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയെങ്കിലും ഒന്ന് ഇനി പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെന്നാൽ മതി. അപ്പോൾ പപ്പ എന്നെക്കാട്ടി മുന്നേ തന്നെ വണ്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലോട്ട്. അങ്ങനെ വീട്ടിൽ വന്നു. സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് വാതിക്കലോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മച്ചിമാർ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട്. വലിയ സൈക്കിൾ കണ്ടപ്പോൾ തന്നെ ചെറിയ ആളിൻ്റെ കിളി പോയിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ചേട്ടാപ്പിക്കാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല, ആൾ നല്ല കൂളായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ അവന് കിട്ടിയ സന്തോഷത്തിൽ അവൻ അതും എടുത്ത് വെച്ച് ചവിട്ടുവാണ് കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴത്തേക്കും ഓടിപ്പോയി അകത്ത് പോയി ബനിയനൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ അകത്തിട്ടായി ചവിട്ട് മൊത്തം. അങ്ങനെ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. ഗിഫ്റ്റ് കൊടുക്കാനുള്ള സൈക്കിൾ നമ്മൾ കൊടുത്തിട്ടില്ല, നമ്മുടെ വീട്ടിൽ തന്നെ വെച്ചിരിക്കുവാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.